അധികം നേരമൊന്നും വെക്കരുത്, ഇങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേ നമ്മുടെ ആ ഒരു 3 വർഷം നിലനിൽക്കുന്ന ചൂല് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂലിനകത്ത് നിന്ന് ഒരു ഒറ്റ ഈർക്കിൽ പോലും നമുക്ക് ഇങ്ങനെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റത്തില്ല. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചൂലും കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും ചൂലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ് ഇതുപോലുള്ള ഈർക്കിൽ ചൂല്. നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് വള്ളി വെച്ച് നല്ല സുന്ദരമായിട്ട് കെട്ടി നല്ല ഭംഗിക്ക് നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊരു 2-3 ദിവസം നമ്മൾ മുറ്റം തൂക്കാനോ പുരയ്ക്കാൻ തൂക്കാനോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കെട്ട് ലൂസാവുകയും ഇതിനകത്ത് നിന്നുള്ള ഒരുപാട് അതായത് ഈ ഒരു ഈർക്കലുകൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് ഇത് ഇങ്ങനെ ഇത്രയുള്ള ഒരു ചൂല് ചെറുതായി ഒരു 5-6 ഈർക്കലൊക്കെ വരുമ്പോൾ നമ്മളിത് എടുത്ത് കളയാണ് പതിവ്. എന്നാൽ നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന വിദ്യ വെച്ച് നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു വിദ്യ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ചൂല് ഏകദേശം ഒരു 3 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ഒരു ഈർക്കൽ ഒടിഞ്ഞു പോകുന്നവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടുന്നത് ഈ ഒരു കെട്ടഴിച്ച് മാറ്റിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് പണിയുണ്ട്. അപ്പം ആദ്യം ഈ ഒരു കെട്ടഴിച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു കുപ്പിയാണ്. നമുക്ക് സാധാ പ്ലാസ്റ്റിക് കുപ്പി പോലെ നമുക്ക് പെപ്സിയുടെയോ അതല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെ ഒക്കെ ചവിട്ടിൽ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള കുപ്പിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കുപ്പിക്കകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു 5 ഭാഗം ഉണ്ടല്ലോ, അതായത് കുപ്പി ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു ഭാഗം, ഈ ഒരു 5 ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു രീതി കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആ പൊങ്ങി നിന്ന ഒരു 5 ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് അവസാനത്തെ ഭാഗമാണ്. അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ നമുക്ക് നല്ല മൂർച്ചയുള്ള ഇരുമ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈയൊന്നും മുറിയാതെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു 5 ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം വേണ്ട. അതിനുവേണ്ടി നമുക്കിത് ഇവിടുന്ന് ഇതൊരു പകുതി വെച്ച് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ നല്ല നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്ര ആയിട്ടാണ് വേണ്ടുന്നത്. ഇന്നും ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് നോക്കിയോ, നമ്മുടെ ചൂല് നമ്മൾ കെട്ടടിച്ചത് നമ്മൾ നിലത്ത് വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്തു നിന്നും നമുക്ക് 2 രീതിയിൽ ഇതിനകത്തേക്ക്, അതായത് 2 രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഈർക്കിൽ മൊത്തം നിറയ്ക്കാം. ഇങ്ങനെ വെച്ച്, അതായത് നമുക്ക് ഇങ്ങനെ വെച്ച് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകം നിറയ്ക്കുന്ന രീതി, അതായത് നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുകയെങ്കിൽ വീട്ടിന് അകം തൂക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല നമ്മളിത് ഇങ്ങനെ തിരിച്ചു വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുറ്റം തൂക്കുന്ന രീതിയിലേക്കും ഇതിനെ മാറ്റാൻ പറ്റും. രണ്ടും പ്രത്യേകം ഇങ്ങനെ തിരിച്ചു വെച്ചാകുമ്പോൾ ഇത് നല്ല വിടർന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വെച്ച് ചെയ്യാം. അപ്പോൾ മുറ്റം തൂക്കാൻ എല്ലാവരും കൂടുതൽ ഈ ഒരു ഈർക്കിൽ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു മുറ്റം തൂക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ചവിട്ടിയിൽ നിന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോ ഹോളും ഫില്ലാവുന്ന രീതിയിലേക്ക് ഈ ഒരു മുഴുവൻ ഈർക്കിൽ നമുക്കിങ്ങനെ കുറേശ്ശെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്തേക്ക് മുഴുവൻ ഈർക്കിൽ നമ്മൾ കുത്തി കയറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല അകന്നകന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുറ്റം തൂക്കുന്ന രീതിയിലേക്കും കുപ്പിയെ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകം തൂക്കുന്ന രീതിയിലേക്കും നമുക്കിതിനെ മാറ്റാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്, ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കരിയിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് കത്തിക്കണം. കത്തിക്കുമ്പോഴാണ് ഇതിനകത്ത് ആ ഒരു മാജിക് നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് ഒരു ഒറ്റ ഈർക്കിൽ പോലും ഊരിപ്പോകത്തില്ല. കൃത്യമായിട്ട് ഇത് ഒടിഞ്ഞു പോയാൽ മാത്രമേ ഈ ഒരു ഈർക്കിൽ, അതായത് ഈ ചൂല് പിന്നെ നശിച്ചു പോകത്തുള്ളൂ. നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കാം. നമ്മളപ്പോൾ അത് തീ കത്തിച്ചിട്ടുണ്ട്. ആ തീയിലേക്ക് നമുക്ക് ഈ സാധനത്തിന് വെച്ച് കൊടുക്കണം, അതായത് ഈ പ്ലാസ്റ്റിക്കിനെ വെച്ച് കൊടുക്കണം. നമുക്ക് അധികം ഒന്നും നേരം വെക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കറക്കി കൊടുത്താൽ മതി. തനിയെ കണ്ടോ ഒട്ടിച്ചേർന്നുണ്ടോ. അതുപോലെ നമ്മൾ ജസ്റ്റ് ചുമ്മാ അധികം നേരം ഒന്നും വെക്കരുത്, ഇങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മതി. നമ്മുടെ സാധനം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കോട്ടെ, അതായത് ഇതൊന്ന് ഇതിൻ്റെ ആ ചൂടൊന്ന് അടങ്ങിക്കോട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു മാജിക്ക്. അപ്പോഴത്തേ നമ്മുടെ ആ ഒരു 3 വർഷം നിലനിൽക്കുന്ന ചൂല് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂലിനകത്ത് നിന്ന് ഒരു ഒറ്റ ഈർക്കിൽ പോലും നമുക്ക് ഇങ്ങനെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇത് നല്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഇതിനകത്തേക്ക് ഉരുകി ചേർന്നിരിക്കുന്നത്. മറ്റേ തൊട്ട് കെട്ടഴിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിൽ ഊരി പോകുന്ന യാതൊരു പ്രശ്നവും നമ്മുടെ ഈ ഒരു ചൂലിനുണ്ടാകത്തില്ല. അത് മാത്രമല്ല കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കൃത്യ അകലത്തിലാണ് ഓരോന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുറ്റം തൂക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇതിപ്പം പുതിയ ചൂലാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുമ്പ് കുറച്ച് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരത്തുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമുക്ക് തൂക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പൊടിപടലങ്ങൾ മൊത്തം വളരെ സിമ്പിളായിട്ട് നമുക്ക് നീങ്ങി കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നിസ്സാര കാര്യം തന്നെയാണ്. ഇതുപോലൊരു പ്ലാസ്റ്റിക് മാത്രം മതിയായിരിക്കും. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലോ മറ്റൊന്നും മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിനോട്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കുപ്പിയുടെ ആ ഒരു ചെവിട് ഭാഗം താഴേക്ക് വരുന്ന രീതി വെച്ചാൽ നമുക്ക് മുറ്റം തൂക്കാൻ ഉപയോഗിക്കാം. അതെല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് വീട്ടിനകം തൂക്കുന്ന രീതിയിലേക്ക് ഇതിനെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.